പടച്ചവൻ കാട്ടിയ നടുപൊടിക്കാൻ അതിനൊരുപായം ചെയ്യണമാദ്യം. തട്ടിക്കൂട്ടിയ പെട്ടിയും കെട്ടും ബൈരുവേഴ്ചയ്ക്ക് പടച്ചവൻ കാട്ടിയ നടുപൊടിക്കാൻ അതിനൊരുപായം ചെയ്യണമാദ്യം. തട്ടിക്കൂട്ടിയ പെട്ടിയും കെട്ടും ബൈരുവേഴ്ചയ്ക്ക്. എന്താണ് കലം വീഴുന്ന ശബ്ദം? അച്ഛൻ ഇത് കണ്ടോ? അമ്മ കഴുകി ഉണക്കാൻ വെച്ചിരുന്നോ? ആരാണ്ട് എറിഞ്ഞു. ആകെ ചുളിഞ്ഞ് നാശമായി. ഇനിയിപ്പോ എന്തിനു കൊള്ളാം? അതിപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ടോ കാര്യം? ഞാൻ പത്രം വാങ്ങിയല്ലായിരുന്നോ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നല്ല കലായിരുന്നു. അമ്മച്ചി വന്നതിന് എന്നെ മെക്കിട്ട് കയറും. എനിക്കറിയാം ആരാ എറിഞ്ഞത്. അതില്ലാന്ന് വിചാരിക്കണ്ട. അണിമാഷേ, മോനെ മോന്തലൊക്കെ നോക്കിക്കേ. ഇതെന്തിങ്ങനെ മോന്തി നിർപ്പിച്ചോണ്ടിരിക്കണേ? പിന്നെ ഞാൻ കിടന്ന് ചാടണോ? ചാടൊന്നും വേണ്ട. ഇങ്ങനെ എന്നോട് ചാടാൻ ഞാൻ പറഞ്ഞ കാശിന് തന്ന 3000 രൂപ 2 ദിവസം മുമ്പ് പറഞ്ഞല്ലേ? അന്നേരം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒക്കത്തില്ലെന്ന്. പിന്നെ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? എനിക്ക് എന്റെ കൂട്ടുകാരോട് പോണ്ടേ? എന്റെ കൂട്ടുകാരുടെ കല്യാണ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ നല്ല സെറ്റപ്പില്ല. നോക്ക്, ഞാൻ എന്താ മോശമാണ്? എന്ത് വിചാരിച്ച്? കാശ് മരത്തേന്ന് കുലുക്കിയെടുക്കല്ലേ? കഴിഞ്ഞ ദിവസമല്ലേ 2000 രൂപ തന്നത്? അതെന്ത് ഒരു അമ്മച്ചിയോട് ഇരിക്കും അല്ലേ? അമ്മച്ചി സ്കൂളിൽ പോയതാ. തൽക്കാലം കാശ് അച്ഛന്താ. ഓ, എന്റെ പിശുക്കനുണ്ട് ദൈവമേ. ഇല്ലെന്ന് എത്ര തവണ എന്നോട് പറയേണ്ടത്? തരത്തില്ലേ? ഉറപ്പാണ്? കാശ് ഉണ്ടാവും, ഞാൻ നോക്കട്ടെ. പാടില്ല നേർവഴി വിട്ട് നടക്കരുതിനിയാരും. ഇത് തെങ്ങന്നെയാ? എത്ര വയസ്സായി? കുടിക്കാൻ പറഞ്ഞാൽ പറഞ്ഞാൽ വെള്ളമൊഴിക്കില്ല. ഭയങ്കര പിശുക്കണമെന്നാണ് കേട്ടോ. പണ്ടത്തെ മനുഷ്യന്മാർ കള്ളും കുടിക്കും വെള്ളവും കുടിക്കോ, എന്നിട്ട് പോകുന്ന വഴിക്കെല്ലാം മൂത്രം വയ്ക്കും. അത് തെങ്ങിനും കിട്ടും തെങ്ങിനും കിട്ടും. ഇപ്പോഴത്തെ മനുഷ്യന്മാർ ഒരണ്ടാമത്തല്ലേ മൂത്രം വയ്ക്കല്. പിന്നെ എങ്ങനെ തേങ്ങ ഉണ്ടായാനേ? മാഷേ, മാഷ് മാഷ് എല്ലാം കൊട്ട തേങ്ങ മാഷേ. കുറേശ്ശെ വെള്ളം ഒഴിച്ചൂടെ നിങ്ങൾക്ക്? നല്ലോണം തേങ്ങ ഇട്ടു. തെങ്ങെല്ലാം പ്രായമായില്ലേ, മുടക്ക് കാശ് പോലും കിട്ടത്തില്ല. പിന്നെ വിഷുവിന് മുന്നേ വരണമെന്ന് എന്നോട് പറഞ്ഞല്ലേ? കൊലത്തേങ്ങയും പിന്നെ കൊല മാങ്ങയൊക്കെ പറിക്കേണ്ട വിഷുവിന് വെക്കേണ്ടതല്ലായിരുന്നോ? എന്താ നമുക്ക് പഠിക്കാല? നിങ്ങളെ തെങ്ങും മുന്നിൽ തേങ്ങയുണ്ട്, മാങ്ങയുണ്ട്, അടക്കയുണ്ട്. നോക്കി ഞങ്ങൾ നമ്മ വന്നിട്ട് സമയത്തിന് എത്ര വിളിച്ച് നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നത്? ഞാനേ കൊച്ചിനുണ്ടാക്കാനാ ഈ പട്ടാപ്പകല? എൻ്റെ പടച്ചോനെ, ഞമ്മക്കൊരു ബീവിയുണ്ട്. മകരീബ് കഴിയാണ്ടോള് അരണ്ടകത്ത് കയറില്ല. കൊച്ചിനെ ഉണ്ടാക്കാനൊന്നും അല്ല, ഒരെണ്ണമുള്ളതിനെ നിങ്ങൾ കണ്ടില്ലേ? എൻ്റെ ദേവി, ഒന്നും പറയണ്ട. എന്തേ നിങ്ങൾക്ക് അറിയത്തില്ലേ ഇതിനെ? ഒരു കാണാം. അത് തന്നെ, അത് കാണുന്ന പോലൊന്നും അല്ല. പിന്നെ നീ ഇപ്പൊ കൊണ്ടുപോകും. മോളെ പൈസ നോക്കി ചെലവാക്കണം മോളെ. പൈസ ഉണ്ടാക്കേണ്ട വലിയ വിഷമുള്ളതാണ് ഇക്കാലത്ത്. 2000 പലിശ. മോളെ കളയല്ലേ പൈസ. കണ്ടില്ലേ, ഇതാ സാധനം. എന്നാ ചെയ്യാനാ? അതാരെന്നറിയോ? എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ കാശല്ലോ എൻ്റെ കാശ. അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു. തന്റെ പേരെന്താന്ന് പറഞ്ഞേ? അധികം കളിച്ചോണ്ടല്ലോ, ചെറിയ ജംഗ്ഷൻ ബോർഡ് ഞാൻ ഊരും. പോടാ, എങ്ങോട്ട്? തേങ്ങ പറിച്ചിട്ട് പോടാ.
മാഷേ മാഷേ എൻ്റെ മാഷേ ആ പോയത് നിങ്ങളല്ല. അല്ല എന്റേതല്ല. ഏ? നിങ്ങളെ മോള് നിങ്ങളല്ല. നല്ല തമാശയല്ല. അതിനൊരു കഥയുണ്ട്. ഞാൻ ഗൾഫിലായിരുന്നല്ലോ, ആ ഞങ്ങൾക്ക് പിള്ളേരുണ്ടാവില്ല. അവൾ പറഞ്ഞു നമുക്കൊരു മന്ത്രവാദിയെ കാണാം. ഞങ്ങളുടെ പേര് കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ അയാൾ പറഞ്ഞൊരു നൂല് ജപിച്ച് കെട്ടണം അവിടെ ആരേലും. അത് അയാൾ കടിച്ചു കെട്ടണം. അതാണ് അത്ര അതിൻ്റെ കടിച്ചു മുറുക്ക് വേണം ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഒന്നും വേണ്ട. അത് വീട്ടിലേക്ക് പോന്നു. പിന്നെ ഞങ്ങൾ ഡോക്ടറെ കണ്ടു. ഭ്രൂണ ചികിത്സയാണ്. അയാളുടെ അടുത്ത് ചെന്നപ്പോൾ ഭയങ്കര പൈസ വരും. അത് ആകെ നോക്കുമ്പോൾ 15 ലക്ഷം രൂപ വേണം. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. വെറുതെ കാശുകളെ അതും വേണ്ടാന്ന് വെച്ചു. അതിനുശേഷം ഞങ്ങൾ ആലോചിച്ചപ്പോൾ ആയുർവേദം അതാണ് ആ അങ്ങനെ ഉണ്ടായത്. ആയുർവേദം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആയുർവേദം കഴിച്ചു. ഒരു ദിവസം ഞാൻ തമാശ പറഞ്ഞു, നാട്ടിൽ പൂവൻ കോഴി ഉണ്ടായിട്ടാണോ മുട്ടക്കോഴിയല്ല മുട്ടയിടുന്നത്. അതവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അന്ന് പിണക്കമായി. 2 ദിവസം പണിപ്പെട്ടിട്ടാണ് ഞാൻ പഴയ രീതിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോഴുണ്ടാ എനിക്ക് വിളി വന്നു ഗൾഫിൽ നിന്ന് പെട്ടെന്ന് ചെല്ലണമെന്ന് പറഞ്ഞോളൂ. പോകാതിരിക്കാൻ പറ്റുമോ? ഞാനങ്ങ് പോയി. അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ അവിടെ വിളി വന്നു. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. ഞാൻ അച്ഛനാകാൻ പോകുന്നു. പറ്റിച്ച് പണി പറ്റിച്ച്. ഞാൻ അവളോട് ചോദിച്ചേ അതെങ്ങനെയെന്ന്. അപ്പോൾ അവൾ എന്നോട് ചോദിക്കുക, പൂവൻ കോഴി ഉണ്ടായിട്ടാണോ നാട്ടിലെ പെടക്കോഴിയല്ല മുട്ട ഇടുന്നത്. എന്തായാലും മാഷ അത് നിങ്ങളല്ല ഉറപ്പ്. അല്ല ഉറപ്പാ, എനിക്കും അങ്ങനെ തന്നെയാ. തമാശ. അത് ഇനിയിപ്പോ മന്ത്രവാദിയാണോ കോഴി വിറ്റാനാണോ ഞാനാണോ ദൈവത്തിനറിയാം. ആ സാധനമായത് അങ്ങനായിക്കോട്ടെ. മന്ത്രവാദം വെറുതെ ആവില്ല, ഞമ്മക്ക് അനുഭവം ഉണ്ടോ? ഇതുവരെ പോയില്ലേ? മാസം ഞാൻ പിന്നെ സ്വബയ്ക്ക് കട്ടൻ ചായ പോലും കുടിക്കാണ്ട് തേങ്ങ പറിക്കാനും വേണ്ടി പോയതാണ് ഞാൻ. ആടെ ചെല്ലുമ്പോൾ പറഞ്ഞു പെണ്ണ് ഇത്തിരി പോലുള്ളൂ, ചെറിയൊരു പെണ്ണ് പഠിക്കണ്ട, വിട് വണ്ടി വിടുന്നു. വെള്ളമടിക്കും, രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളമടിക്കും. പക്ഷേ വെള്ളം മൂസാനെ കുടിക്കൂല. മൂസ എങ്ങനെയാ? കുറെ നേരമായല്ലോ തന്റെ ഒച്ചയും വെള്ളമൊക്കെ തുടങ്ങിയിട്ട്. ഇവിടെ നാട്ടുകാരോട് താമസിക്കുന്ന സ്ഥലമല്ലേ? ഞാൻ എന്താ ഇപ്പാക്കി? താൻ എന്താ പറയാതിരിക്കുന്നത്? നീ നിന്റെ വീട്ടിൽ പോയി പറയടാ. ഈ ഒച്ചയും ബഹളം അയൽവക്കത്തോടെ പാടില്ല. ഇവിടെ കുടുംബമായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് ഇവിടെ എല്ലാം ഉള്ളത്. ഞാൻ രാവിലെ ഇവിടെ ഇത് പാടില്ല. തനിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ തന്റെ വീട്ടിൽ കയറിപ്പോ. കുടുംബമായിട്ട് താമസിക്കുന്ന വീടുകൾ അടുത്തുള്ളത്. നീ ഇവിടെ കിടന്ന് പറയാൻ പാടില്ല. അത് നിങ്ങളെ പറയാൻ നിങ്ങളുടെ പേരെ അകത്ത് കയറിപ്പോ. മൂസേ, ഈ മന്ത്രവാദത്തിലാണ്ട് വിശ്വാസം എന്ന് പറഞ്ഞില്ല, അതെന്താ സംഭവം? അതൊരു കഥയാ മാസം. ഞാൻ അത് പറയാം. എന്താ വെച്ചാൽ ഞാൻ കുറച്ച് കുടിച്ച് വലിയായി. അത് നമ്മൾ ആനപ്പണിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ആനക്കാരുടെ ഒരു ശീല. ആനപ്പണി കഴിഞ്ഞ് കൂപ്പിൽ പിന്നെ ആരും ഇല്ലാല. വെള്ളം കുടിക്കുക കിടക്കുക. അങ്ങനെ വെള്ളവും കുടിച്ചിട്ട് കൂപ്പിൽ കറന്ന് ഈ വെള്ളം കൂടി ആനക്കാരുടെ ഒരു ശീല. കൂപ്പിൽ വീടും മക്കളൊന്നും ഇല്ലല്ലോ, ആനയല്ലേ ഉള്ളൂ. രാത്രിയാകുമ്പോൾ ആന എന്താക്കൂ, മിസ്സിനെ കൊണ്ട് ഊതി വൃത്തിയാക്കും. കറക്കേണ്ട സ്ഥലമെല്ലാം ഊതിയിട്ട് ഊതി വൃത്തിയാക്കിയിട്ട് കാലും കയ്യെല്ലാം എടുത്ത് 4 വത്തം വെച്ചിട്ട് അവിടെ കറക്കും. അന്നേരം ഞാനെന്താക്കും, ആനൻ്റെ കാലിൻ്റെ ഇടക്ക് അവിടെ കറക്കും. ഒന്നും പേടിക്കണ്ടല്ലോ, ആനേൻ്റെ അടുത്തൊന്നും വരില്ല. അങ്ങനെ പറയുന്നത് അന്തരീയത്തിൽ കിടക്കും. കടന്നിട്ട് കുറേ കഴിയുമ്പോൾ ആനക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയില്ലേ.
ആന മൂത്രയ്ക്കുന്ന സ്ഥലത്തല്ലേ ഞാൻ നാന് കിടക്കുന്നത്. ആ ആന എന്താക്കിയെന്നറിയാം, ആന മെല്ലെ എണീറ്റ് നമ്മളെ അറിയിക്കാണ്ട് ആന എണീറ്റ് എന്നിട്ട് പോയിട്ട് മൂത്രമൊഴിച്ചിട്ട് വന്നിട്ട് ഇരുട്ടല്ലേ, നല്ല ഇരുട്ടല്ലേ, തപ്പി തപ്പി വന്നിട്ട് കൃത്യം കിടന്ന സ്ഥലത്ത് ആന വന്ന് നാനതിനിടക്ക് ഉരുണ്ട് പറഞ്ഞ് ആന കിടക്കുന്നിട്ട് ബസ്മായ ആന പോയി അതേ സ്ഥലത്ത് കാലെടുത്തങ്ങ് വെച്ചു. ഊരിട്ട് പോന്ന ആന ഒറ്റ പോക്കാന്ന് സഡിമ ചവിട്ടി. ഷഡിയെ ചവിട്ടിയാൽ ആന പറഞ്ഞു വീഴുവോ? ഇങ്ങെന്ത് മാസാന്ന് മാസേ, എങ്ങനെ മാസായത്? സഡി ഞാൻ ഇട്ടിട്ടില്ലേ. അത് ശരി, ഇത് അരയല്ലേ, അരയെ കിടക്കുമായിരുന്നു ഷഡി. ആ ശരിയാ ശരിയാ. 2 മാസം ആസ്പത്രിയിൽ ഞാൻ ഒറ്റക്ക് മൂത്രമൊഴിച്ചത് 2 മാസം കഴിഞ്ഞിട്ട്. അത്ര ഗംഭീര ചവിട്ടായിരുന്നു. പിന്നെന്തായി, വള്ളം കുടിയനെ പെണ്ണില്ല, വീട് ആന ചോട്ടിച്ച് പോയില്ലേ, ഓനിക്കും പെണ്ണില്ല, മക്കളുണ്ടാവില്ല. അങ്ങനെ പണിയും പോയി, പെണ്ണും ഇല്ല, മക്കളും ഇല്ല. പിന്നെ ഞാനെന്താക്കി വെച്ചാൽ അടക്കാപ്പാട്ടത്തിന് പോയി കേങ്ങില്ലേ, അടക്കപ്പാട്ടം പാട്ടത്തിന് പോകുമ്പോൾ എന്ത് വേണോ, ചാക്കിൻ്റെ അകത്ത് അടക്ക കിടന്നെങ്കിൽ പെണ്ണുങ്ങൾ വേണ്ട പൊട്ടിയിടാൻ ചാക്കിൽ. അപ്പോൾ അങ്ങനെ ഒരുത്തിനെ കിട്ടിയിട്ട് ഓള് അടക്ക പെറുക്കി ചാക്കിലാക്കി വലിയ മൂസാനെയും ചാക്കിലാക്കി, നിങ്ങളും ചാക്കിലാക്കി, നമ്മളെയും ചാക്കിലാക്കി. അതാണ് നമ്മളിപ്പോഴത്തെ ബീവി. അപ്പം മംഗളം കഴിഞ്ഞ്, മംഗളമൊന്നുമല്ല അപ്പ അത് കഴിഞ്ഞ് ഒക്കെ കൂട്ടി ഹിന്ദിയാണ്, ഹിന്ദിക്കല്ല. മൂസയ്ക്ക് ഹിന്ദി അറിയാം, നമ്മക്കാവുന്ന ലാലിൽ ഒപ്പിക്കും ഞമ്മ. നമുക്കെന്ത് വൈകുന്നേരം പോകുമ്പോൾ കിടക്കാനല്ലേ വേണ്ടു, കിടക്കാൻ പോകുമ്പോൾ പിന്നെ ഹിന്ദി വേണം, മലയാളം വേണമെന്നും വേണ്ടല്ല. കുട്ടികളുണ്ടാകുന്നില്ല, മരുന്ന് കഴിക്കുന്നുണ്ട്. ഓള് പറഞ്ഞ് ഒരു നമ്പൂരിനെ കാണാം, അമ്പലത്തിലെ നമ്പൂരി, ഒക്കെ വലിയ വിശ്വാസം. നമ്മളെ ഗണേശൻ നമ്പൂരിയുണ്ട്, നമ്മളെ അടുത്തുള്ളൊരു അമ്പലത്തിലുള്ള ഗണേശൻ, അവൻ്റെ പേരങ്ങനെ നല്ലവനാ. ഓനെ പോയി കണ്ടതിന് ഓനെ പറഞ്ഞ് ഒരു കൊട്ട തേങ്ങ വേണം. ഒരു കൊട്ട തേങ്ങ അതല്ലേ രസോ. ഞാനൊരു കൊട്ട തേങ്ങയും വാങ്ങിയിട്ട് പോയി. അന്നേരം ഓല് പറയുന്നു ഒരു കൊട്ട തേങ്ങയാണ്, ഒരു കൊട്ട തേങ്ങ. എന്താ പറയണ്ടേ. ബാക്കി തേങ്ങ തേച്ച് മൊയിലത്ത് കൊടുത്തു. എന്നിട്ട് ആ ഒരു തേങ്ങ എടുത്തിട്ട് ആ പഹേനെന്താക്കിയെന്ന് അറിയാം, പൈസയും വാങ്ങും, 100 ഉറുപ്പ്യയും കൊടുത്തു. ഈ തേങ്ങയും വാങ്ങിയിട്ട് ഓനി അകത്തേക്ക് പോയി. നമുക്ക് അമ്പലത്തിൻ്റെ അകത്ത് കയറി കൂടാല, നമ്മൾ ജനൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്താക്കിയെന്നറിയോ, ആ തേങ്ങ ഒരു കല്ലിനൊരറ്റി വീറും 8 18 കഷ്ണം. 8 16 18 16 കണക്കെന്നോളി. അതും കഴിഞ്ഞ് എന്നിട്ടും ഇല്ല മക്കൾ. പിന്നെ ഓള് പറഞ്ഞ് നമുക്ക് മന്ത്രവാദിയുടെ അടുത്ത് പോകാം. മന്ത്രവാദിയുടെ അടുത്ത് പോയി. മന്ത്രവാദി എന്താക്കിയെന്ന് അറിയോ, ഒരു കള്ളാസിൻ്റെ അകത്ത് ലേശം ഭസ്മം തന്നു. ഭസ്മം തന്നിട്ട് പറഞ്ഞു, ഇന്നൊരു മുട്ട വാങ്ങിയിട്ട് ആ മുട്ടക്ക് ഭസ്മം പൂസ, ഇങ്ങനെ വെള്ളത്തിലാക്കിയിട്ട് പൂസിട്ട് പൂസിയിട്ട് 15,000 ഉറുപ്പ്യ മേടിച്ച് അതിങ്ങനെ വിചാരിക്കണം. പൈസ വാങ്ങുന്നതിന് ഒരു കണക്കുണ്ട്. 15,000 ഉറുപ്പ്യ വാങ്ങിയിട്ട് ഒരു മുട്ടക്ക് ഒരു വ്യത്യാസം ഭസ്മം അത് പൂസി സെയ്ത്താൻ കയറുന്ന നടൻ കുഴിച്ചിട്ട് അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ബീവിനെ കാണിച്ചു, ഇതാ മക്കളുണ്ടാവും. 15,000 ഉറുപ്പ്യ പറ്റിച്ചില്ല നമ്മളെ. അപ്പോൾ നമുക്ക് ഓനുന്നുണ്ട്. മൂസാനെ പറ്റിച്ചാൽ മൂസ വിടൂല്ല, മൂസ പറ്റിക്കൂ. ഞമ്മ വേറെ 4 മുട്ട മാറിയും വാങ്ങി, 5 മുട്ട അതും വാങ്ങിച്ചാൽ ഓ ബീവി അറിയാണ്ട് അവിടെ കുഴിച്ചിട്ട് അതിനും പൂശിട്ട് 15 4 60 60,000 ഉറുപ്പ്യായ. ആരെ മന്ത്രവാദീൻ്റെ കീസേ കിടക്കേണ്ട 60,000 ഉറുപ്പ്യ മൂസാൻ്റെ കീസേ. പൈസ ഇപ്പം എന്നെ പറിക്ക് പോയി നോക്ക്, 5 എണ്ണം തപ്പ തല്ലുന്ന്. 5 എണ്ണം. എന്താ കഥ. അപ്പൊ മുട്ട വലിച്ച് ഇനി മുട്ടയാണോ മന്ത്രവാദിയാന്ന് നമുക്കറിയില്ല. മക്കൾ 5 എണ്ണം ഉണ്ട്, ഒരേലുണ്ട്. ഒരേലുണ്ട്.